വാർത്ത. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ത്യയിലേക്ക് ഈ മാസം 14 മുതൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നതിന്റെ ഒരു സൂചനയുമില്ല. ആ ഘട്ടത്തിലാണ് ഈ സന്ദർശനം. അനുജ, അതായത് ഈ മാസം 14-15 തീയതികളിലായാണ് ന്യൂഡൽഹിയിൽ ഈ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അതിൽ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബ്രിക്സിന്റെ ഭാഗമായി നടക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം എന്തായാലും ഇന്ത്യയിലേക്ക് എത്തും എന്ന സൂചനകൾ ലഭിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിലവിൽ ഇപ്പോഴും അയവില്ലാതെ തുടരുന്ന സംഘർഷമാണ് ഈ മേഖലയിലുള്ളത്. ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നേരിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായി അദ്ദേഹം ചില ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകൾ നടത്തും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നിലവിൽ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരം കൂടി കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ത്യയുടെ ആശങ്കകൾ ഇറാൻ വിദേശകാര്യമന്ത്രിയോട് ഉന്നയിക്കും. അതിൽ ഏറ്റവും പ്രധാനമായി മുൻഗണന നൽകുന്നത് ഹോർമുസ് കടലിടുക്കിലെ ഒരു പ്രതിസന്ധിയാണ്. പ്രധാനമായും കപ്പലുകൾക്ക് ഇവിടെ ഒരു സ്വതന്ത്ര സഞ്ചാര മാർഗം പുനഃസ്ഥാപിക്കണം, ആ പഴയതുപടി ഒരു സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണം എന്നൊരു ആവശ്യം തന്നെയായിരിക്കും ഇന്ത്യ മുൻനിർത്തുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കൂടി ഈ ഒരു യോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അനുജ, അബ്ബാസ് അരാക്ചി ഇറാൻ വിദേശകാര്യമന്ത്രിയാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ മാസം 14 മുതൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും എന്നൊരു സൂചന വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.